ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. രാജ്യത്തെ ഇരുട്ടിൽ നിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് വഴങ്ങിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാജ്യം എല്ലാം അറിയുന്നത് വാഷിംഗ്ടണിൽ നിന്നാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പരിഹസിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രംപ് അല്ലെന്നായിരുന്നു ജോൺ ബ്രിട്ടാസ് എംപിയുടെ വിമർശനം. കരാർ ഒപ്പിട്ടതിന് പിന്നാലെ NDA പാർലമെന്ററി പാർട്ടി യോഗത്തിലെത്തിയ മോദിയെ എംപിമാർ മാലയിട്ട് സ്വീകരിച്ചു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയായ നിർണായകമായ വ്യാപാര കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതോടെയാണ് പുറം ലോകം അറിയുന്നത്. രാജ്യത്തെ ഇരുട്ടിൽ നിർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മോദി വഴങ്ങിയെന്ന വിമർശനം ഇതോടെ ശക്തമായി. ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്നും പകരം US-ലും വെനസ്വേലയിലും നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. $500 ബില്യൺ മൂല്യമുള്ള US ഊർജ്ജം, സാങ്കേതികവിദ്യ, കൃഷി, കൽക്കരി ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാൻ ഇന്ത്യ തയ്യാറായതായും അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. മോദി ട്രംപിന് കീഴ്പ്പെട്ടെന്നും സ്വന്തം സർക്കാരിന്റെ വിവരങ്ങളും തീരുമാനങ്ങളും രാജ്യമറിയുന്നത് ട്രംപ് പറഞ്ഞിട്ടാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിമർശിച്ചു. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ സുതാര്യതയില്ലാത്ത കരാറായതിനാലാണ് വിവരങ്ങൾ മറച്ചുവെച്ചതെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എല്ലാം ട്രംപ് തീരുമാനിച്ചതനുസരിച്ചിട്ട് മോഡി സറണ്ടർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 18% തീരുവ കുറച്ചെങ്കിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0 ടാക്സ് ആക്കി മാറ്റി. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല, വെനിസ്വേലയിൽ നിന്ന് വാങ്ങണമെന്ന് തീരുമാനിച്ചു. അതുമാത്രമല്ല, അതിലത്തെ ഓരോ കണ്ടീഷനും ട്രംപ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സറണ്ടർ ചെയ്ത പോലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രാജ്യത്തിന്റെ പരമാധികാരം സറണ്ടർ ചെയ്യുന്ന രാജ്യത്തിന്റെ ദേശാഭിമാനത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണിത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ട്രംപ് അല്ലെന്ന് നരേന്ദ്രമോദി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന കടുത്ത വിമർശനവുമായി ജോൺ ബ്രിട്ടാസ് എംപി രംഗത്തെത്തി. വെള്ളക്കാരന്റെ സൗകര്യത്തിനാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം വന്നത്. ഇതുവരെ നടന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, അല്ലാതെ ഡൊണാൾഡ് ട്രംപ് അല്ല എന്നുള്ള കാര്യമെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. കരാർ പ്രകാരം ഇന്ത്യക്ക് മേൽ നിലവിൽ 25% തീരുവ 18% കുറയ്ക്കുമെന്നും 25% പിഴ തീരുവ പൂർണ്ണമായും പിൻവലിക്കുമെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വ്യാപാര കരാർ എന്ന് പരാമർശിക്കാതെയാണ് തീരുവ കുറയ്ക്കാനുള്ള തീരുമാനത്തെ മോദി സ്വാഗതം ചെയ്തത്. ട്രംപിനോട് നന്ദി പറഞ്ഞ മോദി ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണ അറിയിച്ചു. പിന്നാലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ സ്ഥിരീകരിച്ചു. അതേസമയം വ്യാപാര കരാർ മോദിയുടെ വിജയമായി ഉയർത്തിക്കാണിക്കാനാണ് ഭരണപക്ഷം ലക്ഷ്യമിടുന്നത്. NDA പാർലമെന്ററി യോഗത്തിൽ വൻ സ്വീകരണമാണ് മോദിക്കായി ഒരുക്കിയത്. മോദിയെ മാലയിട്ടും കൈയടിച്ചും നേതാക്കൾ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.